ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഞാൻ കുറേ ദിവസമായി വീഡിയോ ഒക്കെ ഇട്ടിട്ട്. അപ്പോൾ ഇന്നൊരു ബർത്ത്ഡേ വ്ളോഗുമായിട്ടാണ് കേട്ടോ വന്നേക്കണത്. എൻ്റെ അനിയത്തി ചിന്നുവിൻ്റെ മോളുടെ ബർത്ത്ഡേ ആണ് കേട്ടോ. മൂന്നാമത്തെ മോളാണ്. രണ്ട് ആൺമക്കളും മൂന്നാമത്തെ മോളുമാണ് കേട്ടോ. അപ്പോൾ അവളുടെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ്. അപ്പോൾ ബർത്ത്ഡേക്കുള്ള കേക്കൊക്കെ മുറിക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറേ ദിവസം കഴിഞ്ഞ മാസം എടുത്ത് വെച്ച് വീഡിയോ ആണ് കേട്ടോ. അത് ബർത്ത്ഡേൻ്റെ സമയത്ത് എടുത്തതാണ്. അപ്പോൾ അന്നേരം ഒന്നും ഇടാൻ പറ്റിയില്ല. ഓരോ തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് വീഡിയോസൊന്നും ഇടാൻ പറ്റിയില്ല കേട്ടോ. ലോങ് വീഡിയോ ഒന്നും ഇപ്പോൾ ഇടാൻ പറ്റുന്നില്ല. ഒഴിവിനനുസരിച്ചിട്ട് ഇപ്പോൾ ഓരോന്ന് വല്ലപ്പോഴൊക്കെ ഇടുന്നുള്ളൂ കേട്ടോ. ഇപ്പോൾ കൂടുതലായിട്ടും ഷോർട്സാണ് ഇടുന്നത്. പറ്റുന്ന പോലെയൊക്കെ ലോങ് വീഡിയോ ഇടാൻ നോക്കാം. എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്താ ലോങ് വീഡിയോ ഇടാത്തത് എന്ന് പറഞ്ഞിട്ട് ചോദിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും ലോങ് വീഡിയോ ഒക്കെ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ബർത്ത്ഡേ ഫംഗ്ഷൻ എല്ലാവരും വിളിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ആരും അങ്ങനെ വന്നില്ല കേട്ടോ. ഞങ്ങളുടെ റിലേറ്റീവ്സ് പറയുകയാണെങ്കിൽ ഉമ്മാൻ്റെ അക്ക മാത്രമേ വന്നുള്ളൂ, ഉമ്മാൻ്റെ താത്ത മാത്രമേ വന്നുള്ളൂ. പിന്നെയാണെങ്കിൽ ഞങ്ങളും റസാക്കിൻ്റെ ഫാമിലിയും അടുത്ത് താമസിക്കുന്ന ആൾക്കാർ മാത്രമൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അവർ നേരത്തെ താമസിച്ച അവിടുത്തെ വീട്ടുകാരും പിന്നെ ഇവിടെ ഇരിക്കുന്നതിൻ്റെ അടുത്തുള്ള ആൾക്കാരും കുറച്ച് പേര് തന്നെ ഉണ്ടായിരുന്നുള്ളൂ. ഒരുപാട് പേരൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ രാവിലെ ആണെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് പോത്തൊക്കെ അറുത്തു കേട്ടോ. അതൊക്കെ പിന്നെ കൊണ്ടുപോയി കൊടുത്തിട്ട് പിറ്റേ ദിവസമാണ് കൊണ്ടുപോയി കൊടുത്തതിന് ശേഷം വൈകിട്ടായിരുന്നു കേട്ടോ പരിപാടി. 4 മണി തൊട്ടിട്ടായിരുന്നു പരിപാടി. ഉച്ചയ്ക്ക് വെച്ചില്ല, വൈകിട്ടാക്കാന്ന് പറഞ്ഞിട്ട് വൈകിട്ടാണ് കേട്ടോ വെച്ചത്. ഇതാ പിന്നെ ഞങ്ങളെല്ലാവരും കേക്കൊക്കെ കൊടുക്കുന്നുണ്ട്. എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. റസാക്കിനും ചിന്നുവിനും കുഞ്ഞിനൊക്കെ ഏകദേശം ഒരേ കളർ കിട്ടി. പക്ഷേ ഫൈസിക്കും പാച്ചുനൊന്നും ഒരേ കളർ കിട്ടിയില്ല കേട്ടോ. ഡ്രസ്സ് ഈ ഒരു കളർ തന്നെ ആയിരുന്നെങ്കിൽ നല്ല രസമാണ്, എല്ലാവരും കോംബോ പോലെ ആയേനെ. പക്ഷെ ആ ഒരു കളർ കിട്ടിയില്ല. പിന്നെ ഇത് റസാക്കിൻ്റെ ചേട്ടൻ്റെ വൈഫാണ് കേട്ടോ. അപ്പോൾ അവരും കൊടുക്കുന്നുണ്ട്, ഞങ്ങളെല്ലാവരും കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് ഉമ്മാൻ്റെ അക്ക കേട്ടോ, മൂത്ത അക്കയാണ് കേട്ടോ ഉമ്മാൻ്റെ. അപ്പോൾ ഉമ്മാൻ്റെ അക്കയും കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി നിർത്തുകയാണ് കേട്ടോ. എല്ലാവരും ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. കേക്കൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ഫോട്ടോ ഒക്കെ കുറച്ചെടുക്കാൻ പറഞ്ഞു. പിന്നെ പോത്തറക്കണതും ഇതൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. രാവിലെ കൊണ്ട് കെട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരുപാട് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല. കൂടുതലായിട്ടും ഇപ്പോൾ ഇതല്ലേ കൊടുക്കുന്നത്, അതുകൊണ്ട് എനിക്ക് ലോങ് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഇതും പിന്നെ ഇക്ക കൊടുക്കുന്നുണ്ട്, പിന്നെ ഉമ്മയും റസാക്കിൻ്റെ ഉമ്മയും കൊടുക്കുന്നുണ്ട്, എല്ലാവരും കൊടുക്കുന്നത്. അപ്പോൾ അന്നേരം ഞാൻ വീഡിയോ പിടിച്ചിട്ട് പിന്നെ കൊടുക്കാനിട്ട് അവൾ കേക്ക് തിന്ന് ഒരു വിധമായിട്ട് അക്സമോള് ഭയങ്കര അതായിട്ട് കേക്ക് എല്ലാവരും കൊടുക്കുകയല്ലേ, അതുകൊണ്ട് കുഞ്ഞങ്ങ് ഇതായിപ്പോയി. പിന്നെ ഇതൊക്കെ കഴിഞ്ഞും കൊണ്ട് ഉടുപ്പ് പോലും ഊരി വയ്ക്കാതെ ഒരൊറ്റ ഉറക്കമായിരുന്നു കേട്ടോ. നല്ല ഉറങ്ങിപ്പോയി, ഭയങ്കര ക്ഷീണമായിപ്പോയി അവൾക്ക്. പിന്നെ രാത്രി എണീച്ചിട്ടാണ് അവൾ പാതിരാത്രി എണീച്ചിട്ടാണ് പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് അങ്ങനെ ക്ഷീണമായിപ്പോയി കുഞ്ഞിന്. ചൂടും അതുപോലെ ഭയങ്കര ഇതുമൊക്കെ ആയിട്ട് തിരക്കും കാര്യങ്ങളൊക്കെ ആയപ്പോൾ കുഞ്ഞിന് ആകെ ഇതായിപ്പോയി. അവളാകെ അന്തം വിട്ട് നിൽക്കുകയാണ് കേട്ടോ, ഇതൊക്കെ എന്താണ് ഏതാണെന്ന് പറഞ്ഞിട്ട്. പിന്നെ മനു പിന്നെ ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് അത് അവിടെ വന്നിട്ട് ഇങ്ങനെ കേക്ക് കൊടുക്കാൻ പറയുന്നുണ്ട്. അവനിങ്ങനെ ഇങ്ങനെ നടക്കണം, ഒരു ഭാഗത്ത് നിൽക്കില്ല, ഇങ്ങനെ നടന്ന് എല്ലാവരും വിശേഷങ്ങളൊക്കെ അറിയണം കേട്ടോ. അങ്ങനെ നടക്കുകയാണ് അവനുള്ളത് കൊണ്ട് സമയം പോകും കേട്ടോ. കുട്ടികൾക്കാണെങ്കിലും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. മാമ പറഞ്ഞിട്ട് ഭയങ്കര കാര്യമാണ്. അപ്പോൾ എല്ലാവരും കൂടി ഒരു നല്ലൊരു അടിപൊളി പരിപാടിയായിരുന്നു. അപ്പോൾ അവനും ഇതാ കേക്കൊക്കെ കൊടുക്കുകയാണ് കേട്ടോ. മനുവും കേക്ക് കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ കൂടുമ്പോഴല്ലേ ഒരു ഇത്. എല്ലാവരുമായിട്ട് കൂടാമെന്ന് പറഞ്ഞിട്ട് അവളെല്ലാവരും വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എല്ലാവരും സൺഡേ ആയിരുന്നു ഫംഗ്ഷൻ. സൺഡേ അതുപോലെ വൈകിട്ടായിരുന്നു, അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അങ്ങനെ കൂടാനും പറ്റിയില്ല. അങ്ങനെ അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി നല്ല അടിച്ചു പൊളിച്ച് നല്ലൊരു പരിപാടിയായിട്ട് കഴിഞ്ഞു. പിന്നെ ഫുഡ് ഞങ്ങൾ തന്നെ ഉണ്ടാക്കിയത്. ഫുഡൊക്കെ നെയ്ച്ചോറും ബീഫ് കറി, പിന്നെ പൊറോട്ട, പത്തിരി, അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ പിറ്റേ ദിവസമായിരുന്നു ദുആയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മൗലൂദ് ഉണ്ടായിരുന്നു പിറ്റേ ദിവസം. മൺഡേ ആയിരുന്നു മൗലൂദൊക്കെ കേട്ടോ. അന്ന് തന്നെ വെക്കാൻ പറ്റിയില്ല. പിന്നെ പിറ്റേ ദിവസം മൗലൂദും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനും പിന്നെ ഫുഡൊക്കെ നല്ല അടിപൊളി ഫുഡൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ റസാക്കിൻ്റെ ഉമ്മ മറിയുമാൻ്റെ നല്ല ഉന്നക്കായും അതുപോലെ നല്ല അടിപൊളി ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പരിപാടിയൊക്കെ നല്ല ഉഷാറായിട്ട് കഴിഞ്ഞു. മാഷാ അല്ലാ, അടിപൊളിയായിട്ട് കഴിഞ്ഞു. ഇതായിരുന്നു കേട്ടോ കേക്ക്, കുഞ്ഞിന് വാങ്ങിച്ച കേക്ക് ഇതായിരുന്നു. പിന്നെ ഇതാ ഫാമിലി ഫോട്ടോസ് എടുക്കാനായിട്ട് ഇത് റസാക്കിൻ്റെ ചേട്ടൻ്റെ വൈഫും മക്കളുമാണ് കേട്ടോ. 3 മക്കളും അക്സാനി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതാണ് കേക്ക്, നല്ല അടിപൊളി കേക്കായിരുന്നു കേട്ടോ, ഒരു രക്ഷയില്ല. നല്ല സൂപ്പർ കേക്കായിരുന്നു. ചിന്നു നേരത്തെ താമസിച്ച വീടിൻ്റെ അടുത്ത് ഉള്ളവർ ഉണ്ടാക്കി കൊടുത്താണ് കേട്ടോ. അവർ തന്നെ എല്ലാം സെറ്റ് ചെയ്ത് വീട്ടിൽ കൊണ്ടുവന്നിട്ട് കൊടുത്തു കേട്ടോ. നല്ല അടിപൊളി കേക്കായിരുന്നു.
നല്ല സൂപ്പറായിരുന്നു കേട്ടോ തിന്നാനും. അതുപോലെ നല്ല അധികം മധുരവും കാര്യങ്ങളൊന്നും ഇല്ലാത്ത നല്ല അടിപൊളി കേക്കായിരുന്നു. എല്ലാവരും വരും എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ വലിയത് എടുത്തത്. പക്ഷേ പ്രതീക്ഷിച്ച അത്ര ആൾക്കാരും ഉണ്ടായിരുന്നില്ല. എന്നാലും മാഷാ അല്ലാ പരിപാടിയൊക്കെ അത്യാവശ്യം എല്ലാവരും കൂടി നല്ല അടിപൊളിയായിട്ട് തന്നെ കഴിഞ്ഞു. പിന്നെ ഇതാ കേക്കൊക്കെ മുറിച്ചിട്ട് കുട്ടി പട്ടാളത്തിന് കൊടുക്കുകയാണ് കേട്ടോ. ആ കുട്ടി പട്ടാളങ്ങൾ ഇങ്ങനെ ചുറ്റും നിൽക്കുന്നുണ്ട്. ഓരോന്നും എടുത്ത് നക്കി എടുത്ത് തിന്നുന്നുണ്ട് കേട്ടോ. അവർക്ക് പിന്നെ അതൊക്കെ ഒരു സന്തോഷമല്ലേ. പിന്നെ ഇതാ ആയിഷ പെണ്ണ് ഒരു പാട്ട് പാടുന്നുണ്ട് കേട്ടോ. നമുക്ക് ആ പാട്ടൊന്ന് കേട്ടിട്ട് വരാം. പിന്നെ ഇതാ കുട്ടീസുകളൊക്കെ കളിക്കുകയാണ് കേട്ടോ. അക്സപ്പെണ്ണിനെ നടത്തിക്കുകയാണ്. അക്സക്ക് നടക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ. നടക്കണില്ല, ഒരു വയസ്സായിട്ടും നടക്കണില്ല. പല്ലൊക്കെ ഇപ്പം മെല്ലെ വന്നോളൂ കേട്ടോ. പിടിച്ച് നടക്കും, അല്ലാണ്ട് ഇതാക്കണം. നടക്കാൻ പറയുമ്പോൾ ഓടുകയാണ് കേട്ടോ. കൈ പിടിക്കുമ്പോൾ അവൾ ഓടുകയാണ് കുഞ്ഞിപ്പെണ്ണ്. കുഞ്ഞിപ്പെണ്ണിന് ഇപ്പോൾ പല്ലൊക്കെ വന്നേ ഉള്ളൂ കേട്ടോ. നല്ല സുന്ദരി 2 പല്ലൊക്കെ വന്നിട്ടുണ്ട്. ഇടയ്ക്ക് വീഴുന്നുണ്ട് കേട്ടോ നടത്തിക്കുമ്പോൾ. അങ്ങനെ നടത്തിക്കുമ്പോഴല്ലേ എന്താണ് ഒന്നും കൂടെ നടക്കുള്ളൂ. അപ്പോൾ അങ്ങനെ ബർത്ത്ഡേ ഫങ്ഷൻസൊക്കെ അടിപൊളിയായി സൂപ്പറായിട്ട് കഴിഞ്ഞു. പിന്നെ ഇത് പിറ്റേ ദിവസം മൗലൂദ് ഉണ്ടായിരുന്നു കേട്ടോ. മൗലൂദിൽ ഉണ്ടാക്കിയ സാധനങ്ങളൊക്കെയാണ് കേട്ടോ. ഉന്നക്കായും ഉണ്ണിയപ്പം, ചിന്നു ഉണ്ണിയപ്പം ഒക്കെ ഉണ്ടാക്കി. പിന്നെ ഉന്നക്കായും ഏത്തക്കയും ഈന്തപ്പഴവും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതാ മൗലൂദാണ്. അവിടെ മേലെ വെച്ചിട്ടാണ് കേട്ടോ മൗലൂദ് കഴിച്ചത്. അപ്പോൾ കുഞ്ഞിൻ്റെ ഇതിനൊക്കെ പേരിലൊക്കെ ഇതാക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇതാണ് ഇറച്ചി അറുത്താണല്ലോ. അപ്പോൾ പിന്നെ പോത്തിനെ അറുത്തതാണല്ലോ. അപ്പോൾ പിന്നെ അങ്ങനെ മൗലൂദും കഴിക്കാമെന്ന് പറഞ്ഞിട്ട് മൗലൂദാണ് കേട്ടോ. ഇങ്ങോട്ട് നോക്ക്, ഒരു ഹായ് പറ. നിന്റെ ഫ്രണ്ട്സൊക്കെ കാണിച്ചു കൊടുക്കണം. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പറ കേട്ടാ. ഹായ് പറ, ഹായ് പറ. ഇതാ പിന്നെ വൈകിട്ട് ഫുഡൊക്കെ കഴിക്കാൻ കേട്ടോ. മൗലൂദൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പുറത്തിരുന്നിട്ട് തന്നെ ഫുഡ് കഴിച്ചു. നെയ്ച്ചോറും ബീഫ് കറിയും അതുപോലെ നല്ല എന്താണ് ഉന്നക്കായ ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ അതൊക്കെയായിരുന്നു രാത്രിത്തെ ഫുഡ്. നെയ്ച്ചോറും ബീഫ് തന്നെ സ്പെഷ്യലായിട്ട് കേട്ടോ. പിന്നെ ചായക്കടി പോലെ ഉന്നക്കായും ഉണ്ണിയപ്പവും ഉണ്ടാക്കി. പിന്നെ ഏത്തക്ക ഈന്തപ്പഴമൊക്കെ ചീർണയായിട്ടുണ്ടായിരുന്നു. പിന്നെ മാഷാഅല്ലാ അടിപൊളിയായിട്ട് തന്നെ പരിപാടികളൊക്കെ കഴിഞ്ഞു കേട്ടോ. പിന്നെ ഇത് കുഞ്ഞിൻ്റെ ഫോട്ടോ ഞാൻ ഇങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് കേട്ടോ കുഞ്ഞിൻ്റെ ജനിച്ച ഉടനെയുള്ള ജേണി കേട്ടോ. കുഞ്ഞിന് ഞാൻ ഹോസ്പിറ്റലിൽ ഞാനും റസാക്കോണുണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ ഡെലിവറി കഴിയുമ്പോൾ. പിന്നെ പിറ്റേ ദിവസമാണ് ഉമ്മയൊക്കെ വന്നത് കേട്ടോ. എൻ്റെ കുഞ്ഞിലേ ഉള്ളതായിരുന്നു കേട്ടോ. ഇപ്പോൾ മുഖമൊക്കെ മാറിയിട്ട് ആ കുഞ്ഞിലുള്ള മുഖമേ ഇല്ല. ഇപ്പോൾ ആളാകെ മാറിയിട്ടാ. അത് പിന്നെ കണ്ടോ എണീച്ചോടാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. ഭയങ്കര വികൃതിയാണ് കേട്ടോ. ഇപ്പം തന്നെ ഒരു ഭാഗത്ത് ഇരിക്കുകയില്ല. എല്ലാം അവിടെ എത്തും കേട്ടോ. മുട്ടുകുത്തിയിട്ടാണെങ്കിൽ എല്ലാം അവിടെ എത്തും. ഇവർക്ക് എല്ലാവർക്കും ഇപ്പോൾ എല്ലാവരും വളർന്ന ശേഷം ഉണ്ടായ കുഞ്ഞല്ലേ, അതുകൊണ്ട് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കുഞ്ഞിനെ. അപ്പോൾ ഇത് ഞങ്ങൾ അന്ന് എടുത്ത ഫോട്ടോസുകളൊക്കെയാണ്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഞാനൊരു ചെറിയൊരു വീഡിയോ എടുത്തതാണ്. അന്ന് അവിടെ പോയപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി എടുത്ത വീഡിയോ കേട്ടോ. എന്താണ് ഒരു കൊല്ലമായാലും എത്ര പെട്ടെന്നാലേ വർഷങ്ങൾ പോണത്. എന്തായാലും മക്കൾക്ക് ദീർഘാരോഗ്യ
സൗഖ്യം കൊടുക്കട്ടെ എല്ലാ മക്കൾക്കും. അതുപോലെ എല്ലാ ആരോഗ്യം ഐശ്വര്യം അസുഖങ്ങളൊന്നും ഇല്ലാതെ ദീർഘാരോഗ്യ സൗഖ്യം മക്കൾക്ക് കൊടുക്കട്ടെ എന്ന് ഈ ഒരു അവസരത്തിൽ ദുആ ചെയ്യാണ്. നിങ്ങളും ദുആ ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങളും ദുആ ചെയ്യുന്നതായിരിക്കും. മക്കൾക്ക് ഇപ്പോൾ ഓരോ ഇവിടെ കേൾക്കുമ്പോഴൊക്കെ പേടിയാണ് കേട്ടോ. ഒരു ഇതും ഇല്ലാതെ മക്കൾ നന്നായിട്ട് വളരട്ടെ. പിന്നെ അതാ കുറച്ച് ഫോട്ടോഷൂട്ടുകളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പിന്നെ അങ്ങനെ എടുത്ത് ഇതാക്കി. ഫോട്ടോ എടുക്കാനൊക്കെ ആളെ വിളിക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ അതിനുള്ള ടൈമൊന്നും കിട്ടിയില്ല. പിന്നെ ഇതാ ഫോട്ടോ ഒക്കെ ഞങ്ങൾ തന്നെ ഫോണിലൊക്കെ ആയിട്ട് എടുത്തു. ഇതാണ് കേട്ടോ കേക്ക് എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഇതാ കുട്ടിപ്പട്ടാളങ്ങളും ഒക്കെ കൂടി നിന്നിട്ട് ഇങ്ങനെ എടുത്തതാണ് കേട്ടോ. അപ്പോൾ വിളിച്ചാലേ വരില്ല. പിന്നെ വിളിച്ച് 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 ഒരു വിധത്തിലൊക്കെ വന്ന് നിൽക്കുകയുള്ളൂ. പിന്നെ അതാ അടിപൊളിയായിട്ട് എല്ലാവരും ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ദുആ ചെയ്യുക കുഞ്ഞിന് വേണ്ടിയിട്ടും അതുപോലെ ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ദുആ ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇനിയും മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടെ. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.